السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിമഹത്തായ അനുഗ്രഹമായി അവൻ്റെ അടിമകളായി നമുക്ക് നൽകിയിട്ടുള്ള വിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ, ചെറുതും വലുതുമായ അധ്യാപനങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മുറുകെ പിടിച്ച് കാത്തു സൂക്ഷിച്ച് പഠിച്ചും പകർത്തിയും ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന തിരിച്ചറിവ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാ കാലഘട്ടങ്ങളിലും അല്ലാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവരും ആത്മാർത്ഥമായി അതിന് സേവനം ചെയ്യുന്നവരുമായ ആളുകൾ അല്ലാഹുവിൻ്റെ വിധി എന്നോണം ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എല്ലാ കാലഘട്ടങ്ങളിലും ആ കാര്യം തുടർന്നുകൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ വക്താക്കളും വാഹകരുമാകാൻ സാധിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ സൗഭാഗ്യം, നേട്ടം എന്നുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും പരിപൂർണമായി ഇസ്ലാമിൻ്റെ അധീനത്തിൽ, ഇസ്ലാമിൻ്റെ ഉള്ളിൽ ആയി കിട്ടുക എന്നത് സാധ്യമാകുന്ന അല്ലെങ്കിൽ സാധിച്ചെടുക്കാവുന്ന ഒരു കാര്യമല്ല. ലോകത്തിൻ്റെ നിലനിൽപ്പ്, ഓരോരുത്തരുടെയും ചിന്തകൾ, വീക്ഷണങ്ങൾ പല നിലക്കാണ് മുന്നോട്ട് പോകുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നാം ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കും അനുസരിച്ച് എവിടെയാണോ നാം ഉള്ളത് അവിടെ അല്ലാഹുവിൻ്റെ ദീൻ അനുസരിച്ച് അത് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് ജീവിക്കാൻ, വസിക്കാൻ കഴിയുക എന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ കാര്യമാണ്. നമ്മുടെ രാജ്യം, അതിൻ്റെ ഭരണഘടന മറ്റു പല രാജ്യങ്ങളിലും ഉള്ളതുപോലെയല്ല. ഈ രാജ്യത്തുള്ളവർക്ക് അവരുടെ മതം ഏതാണോ അതനുസരിച്ച് അത് പ്രചരിപ്പിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേകം നമ്മൾ എടുത്തു മനസ്സിലാക്കേണ്ട ഒരു അനുഗ്രഹമാണ്.
മറ്റു പല രാജ്യങ്ങളിലും വലിയ നിലക്കുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മുസ്ലിങ്ങളായ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലക്കുള്ള പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു കാവൽ നൽകിയിട്ടുണ്ട്. അതും അല്ലാഹുവിൻ്റെ തീരുമാനവും നിശ്ചയവുമാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായി ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. മറ്റു പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ തന്നെയാണ് നമ്മളും. എന്നാൽ പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന പോലെ, ശാരീരികമായും മാനസികമായും ക്രൂശിക്കപ്പെടുന്ന പോലെ ഇവിടെ നാം അനുഭവിക്കുന്നില്ല. നമുക്ക് എല്ലാ നിലക്കും ഇസ്ലാം പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് അത് പ്രകടിപ്പിച്ച് നമ്മുടെ വേഷത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ, വ്യവഹാര മേഖലകളിൽ, സാമ്പത്തിക രംഗത്ത്, എല്ലാ മേഖലകളിലും അതിനെ പുറത്ത് കാണിച്ച് ഇതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പഠിപ്പിച്ച് പോകാൻ സാധിക്കുന്നു. അതാണ് ന്യൂനപക്ഷങ്ങളായിട്ടും നാം അനുഭവിക്കുന്ന സുഖം എന്നത്. അല്ലാഹുവിന്റെ ദീൻ ഒന്ന് മാത്രമാണ്, അഥവാ സത്യം ഒന്നുള്ളൂ. അസത്യങ്ങൾ ഒരുപാടുണ്ടാകും. ശരിയായ വാദവും വിശ്വാസവും ഒന്ന് മാത്രമാണ്. വികലമായ തെറ്റായ ആശയങ്ങൾ ഒന്നിലധികം ഒരുപാട് ഉണ്ടാകും എന്നത് എല്ലാ കാലഘട്ടത്തിലും തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നാം ജീവിക്കുന്ന നിലവിലെ സാഹചര്യം പരിഗണിച്ചാൽ എന്തെല്ലാം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായി വന്ന ഒരു കാലഘട്ടമാണ്. എന്നിട്ടും അല്ലാഹുവിന്റെ ദീനിനെ ശരിയാം വിധം മനസ്സിലാക്കാതെ, പഠിക്കാതെ, പല ചിന്തകളുമായി, ആലോചനകളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ എത്രയാണ്. ഇനി ആരെങ്കിലും ദീനിനെ ശരിയായി മനസ്സിലാക്കാൻ തയ്യാറായാൽ അവരെ അവ്യക്തതകളിൽ, ആശയക്കുഴപ്പങ്ങളിൽ, വസ്വാസുകളിൽ ചാടിക്കാൻ എത്ര ആളുകളാണ്. അവരും അവകാശപ്പെടുന്നു അറിവുള്ളവരാണ്, കഴിവുള്ളവരാണ്, തെളിവ് ഞങ്ങളുടെ പക്കലുണ്ട്, അവർക്ക് അവകാശപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവർ ചെയ്യുന്ന കാര്യം ശരിയാണോ അല്ലയോ എന്നത് കൃത്യമായി വിലയിരുത്തപ്പെടേണ്ട, പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഈ കാലത്തൊക്കെ ശാരീരികമായ അസുഖങ്ങൾ കൊണ്ട് നമ്മൾ വല്ലാതെ പരീക്ഷിക്കപ്പെടുന്നു. പണ്ടെങ്ങുമില്ലാത്ത പലവിധ അസുഖങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. അതിനെ തോൽപ്പിക്കാൻ, അതിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടാൻ എത്ര വില കൊടുത്തും മരുന്ന് വാങ്ങാനും വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ട് ചികിത്സ തേടാനും എല്ലാവരും സമയം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഭാഗത്ത് ഈ അവസ്ഥ നിലനിൽക്കുമ്പോൾ മനുഷ്യരായ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന അനവധി രോഗങ്ങൾ, ഒന്ന് മാത്രമല്ല, വാക്കാലും പ്രവൃത്തിയാലും മറ്റു പല ആലോചനകളാലും നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ എത്രയാണ്. ആ രോഗങ്ങളെല്ലാം മതം എന്ന കാര്യത്തിന്റെ മറ പിടിച്ചുകൊണ്ടാണ് പലരും നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നത്. എല്ലാവരും മതത്തെയാണ് മറയാക്കുന്നത്. അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങളായി കഴിയുന്ന നമ്മുടെ ഈ നാട്ടിൽ പോലും പല ഗ്രൂപ്പുകളായി, പല ടീമുകളായി, ഓരോരുത്തരുടെ പേരിൽ പ്രത്യേക വിഭാഗങ്ങൾ ഉണ്ടായി വളർന്നു വരുന്നു.
അവർ അത് വലിയ അഭിമാനമായി അന്തസ്സായി കാണുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്താഗതികൾ കുമിഞ്ഞുകൂടിയിട്ടുള്ള, അത് ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെ അത് മാറ്റാനുള്ള മരുന്ന് ഉപയോഗിച്ച് മാറ്റിയെടുക്കുക എന്നത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനും നബിചര്യയും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ആശയവും ആദർശവും എന്താണോ അത് നഷ്ടപ്പെടുത്താതെ, വളച്ചൊടിക്കാതെ കൃത്യമായി മുറുകെ പിടിക്കുക എന്നതാണ് സലഫികളായിട്ടുള്ളവരുടെ പ്രത്യേകത. അല്ലാത്തവർക്ക് പല വ്യതിരക്തതകളുമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി മാത്രം ആയുസ് മാറ്റിവെച്ച പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. രാവും പകലും അവരെ അജണ്ട എന്താണ്? ശിർക്ക് ബിദ്അത്തുകൾ മാത്രമാണ്, ഖുറാഫത്തുകൾ മാത്രമാണ്. നബിശരീയിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ പറയുന്നതും പ്രചരിപ്പിക്കുന്ന വിഷയം എന്താണ്? ജാറങ്ങളെ സംബന്ധിച്ച്, മഖബറകളെ കുറിച്ച്, മരണപ്പെട്ടവർക്ക് പലതിനും കഴിവുണ്ട്, ശേഷിയുണ്ട്, അവർ എന്തും ചെയ്യും, എന്തും കാണും, എന്തും അറിയും, ആ നിലക്കുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ലേബലിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ കണ്ട് ഇറങ്ങിയ ആളുകളുണ്ട്. അവർ ഇസ്ലാമിനെ രാഷ്ട്രീയവൽക്കരിച്ച് അതാണ് ഇസ്ലാമിന്റെ പ്രധാന അജണ്ട എന്ന നിലയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ പല നിലക്കുള്ള ചിന്തകൾ, അതേപോലെ തന്നെ ആലോചനകൾ പലരാലും നമുക്കിടയിലുണ്ട്. മുജാഹിദുകൾ, സലഫികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് സമൂഹം വായിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? അവരുടെ രീതി എന്നത് കൃത്യമായിരിക്കും. ഖുർആനിൽ എന്താണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ എന്താണോ അത് പച്ചയായി പഠിപ്പിക്കുക എന്നതാണ് അവരുടെ മുഖമുദ്ര. ഒരു നൂറ്റാണ്ട് കാലമായി, 920കളിൽ ആരംഭിച്ച പ്രവർത്തനമാണ്. മഹാനായ കെ എം മൗലവി റഹിമഉള്ള, വക്കം മൗലവി റഹിമഉള്ള, ഈ മൊയ്ദ് മൗലവി റഹിമഉള്ള, അവരെ പിൻപറ്റി ഉമർ മൗലവി റഹിമഉള്ള, പി കെ മൂസ മൗലവി റഹിമഉള്ള, എ കെ അബ്ദുൽ ലത്തീഫ് മൗലവി റഹിമഉള്ള, അമാനി മൗലവി റഹിമഉള്ള, എത്രയെത്ര തലമുതിർന്ന പണ്ഡിതന്മാർ അവരിലൂടെ കൈമാറി കിട്ടിയ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒരാശയ പാരമ്പര്യമാണ്, ആദർശ പാരമ്പര്യമാണ് വിശ്വാസികളായ നമ്മുടെ കൈകളിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇവിടെയാണ് പലരും വല്ലാത്ത ഒരു പ്രയാസം, വല്ലാത്ത ഒരു ഞെരുക്കം അനുഭവിക്കുന്നത്. അഥവാ ഒറിജിനൽ ഇവിടെ ഉണ്ട്, എന്താണോ ശരി അത് ഇവിടെയുണ്ട്. ആ ശരിയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ടും അകന്നു പോയവർ ഈ ശരിയെ അവകാശപ്പെടുന്നു. അവരും പറയുന്നു ഞങ്ങൾ മുജാഹിദുകളാണ്, ഞങ്ങൾ സലഫികളാണ്, ഞങ്ങൾ അഹ്ലുസുന്നയുടെ പാരമ്പര്യത്തിലാണ്. അപ്പൊ ഒരേ കാര്യം ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരേ ദിശയിലേക്കുള്ള യാത്രയാണെങ്കിൽ നിർവഹിക്കപ്പെടേണ്ടവർ പല കക്ഷികളായി, പല ചേരികളായി തിരിഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ എവിടെയാണ് ശരി, എവിടെയാണ് നേരുള്ളത് എന്ന് കൃത്യമായി പഠിക്കലും മനസ്സിലാക്കലും വിശ്വാസികളുടെ ബാധ്യതയാണ്. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, എന്നെ പിടികൂടുന്ന പ്രശ്നമല്ല എന്ന ചിന്തയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. ശരീരത്തെ ബാധിക്കുന്ന രോഗം ആരുടെയും തടി നോക്കിയിട്ടോ, തറവാടിത്തം നോക്കിയിട്ടോ, ജോലി നോക്കിയിട്ടോ ഒന്നുമല്ല ശരീരത്തെ ഒരു അസുഖം ബാധിക്കുക. എന്ന പോലെ തന്നെയാണ് മനസ്സിനെ അസുഖം ബാധിക്കുന്നിടത്തും എന്തില്ല, ആളുടെ അവസ്ഥ നോക്കുന്ന പണില്ല. അയാളിലേക്ക് ആ രോഗം കടന്നുകൂടാനുള്ള കാരണങ്ങളുണ്ടോ ആ രോഗം അയാളിലേക്ക് വരും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഹിദായത്തിനെ എടുത്തു മാറ്റരുത്.
അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, പല കാരണങ്ങളാലും ഹിദായത്ത് നഷ്ടപ്പെടുക എന്ന ഒന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ദീനിക്. എന്തിനാണ് ഈ നിലക്കുള്ള പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിച്ചത്? അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, അല്ലാഹുവേ എന്റെ മതം എനിക്ക് ശരിയാക്കി തരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്തിനാണ്? ആ മതത്തെ ബാധിക്കുന്ന, മതപരമായ നിലപാടുകളെ തെറ്റിക്കുന്ന പല കാരണങ്ങളും ഇവിടെ ഉണ്ടാകും എന്നതുകൊണ്ടാണ്. അപ്പൊ ഇതൊരു വസ്തുതയാണ്. അതിന് പലരും കാരണമാകാം, പല വിഷയങ്ങളും കാരണമാകാം, പല സാഹചര്യങ്ങളും അതിനുള്ള വഴിയൊരുക്കാം. എന്തെന്നെ ആയിരുന്നാലും സത്യം എന്താണ് എന്ന് അന്വേഷിക്കലും അത് കണ്ടെത്തി നിലപാടിൽ ഉറച്ചു നിൽക്കലും ആരുടെ കടമയാണ്? വിശ്വാസികളുടെ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഅറാഫിൽ നമ്മെ പഠിപ്പിക്കുന്നു, വമിമ്മൻ ഖലഖനാ ഉമ്മത്തുൻ യഹ്ദൂന ബിൽ ഹഖ് വബിഹി യഅദിലൂൻ. വമിമ്മൻ ഖലഖനാ ഉമ്മ, നാം സൃഷ്ടിച്ച ഈ ഉമ്മത്തിൽ യഹ്ദൂന ബിൽ ഹഖ്, സത്യം കൊണ്ട് വഴി നടത്തുന്നവരും, വബിഹി യഅദിലൂൻ, ആ സത്യം കൊണ്ട് കാര്യങ്ങളെ കൃത്യമായി നീതിയോടുകൂടി വിധിക്കുന്ന ആളുകളും ഉണ്ടാകും. ഇത് അവസാന ഉമ്മത്തിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അവസാന ഉമ്മത്ത് ആരാണ്? ഈ കാലത്ത് അവസാന ഉമ്മത്തിൽപ്പെട്ടവർ നമ്മളാണ്. നമ്മുടെ നാട്ടിൽ നമ്മളാണ്. മറ്റു പല നാടുകളിലും നമ്മളെ പോലെയുള്ള മുഅ്മിനുകളായി, മുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമ്മെ അറിയിച്ച ഒരു വലിയ യാഥാർത്ഥ്യം, ഇതാർക്കും തെറ്റാണ് അല്ലെങ്കിൽ വേണ്ട, ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ പറ്റൂല. വമിമ്മൻ ഖലഖനാ ഉമ്മത്തുൻ യഹ്ദൂന ബിൽ ഹഖ് വബിഹി യഅദിലൂൻ. ഈ ഉമ്മത്തിൽ നിന്ന് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, കളവിന് വേണ്ടിയല്ല, തശ്വീഷ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ആളുകൾക്ക് അവ്യക്തമാകുന്ന കാര്യങ്ങൾ പറഞ്ഞു പരത്താൻ വേണ്ടിയല്ല, സത്യം എന്താണോ, ഖുർആൻ ഹദീസ് അനുസരിച്ചുള്ള ഹക്ക് എന്താണോ അത് കൃത്യമായി പഠിപ്പിക്കുന്ന, അതനുസരിച്ച് വിധിക്കുന്ന ഒരു വിഭാഗം എല്ലാ സമയത്തും ഉണ്ടാകും. എല്ലാ സമയത്തും ഉണ്ടാകും. നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒരു നൂറ്റാണ്ട് കാലമായി നടന്നു വരുന്ന വളരെ മഹത്തായ ഒരു പ്രക്രിയ, അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമുള്ള ഒരു കാര്യം, അതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി വിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ ആവശ്യം അള്ളാഹു നമ്മെ അറിയിക്കുന്നു. സൂറത്ത് ആൽ ഇംറാനിൽ കാണാം, വൽതകും മിൻകും ഉമ്മത്തൻ, നിങ്ങളിൽ നിന്ന് ഒരു സംഘം ഉണ്ടാകട്ടെ. ഉമ്മത്തി എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അതിന് കൊടുത്ത അർത്ഥം, ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാഹ് അതിന് കൊടുത്ത അർത്ഥം ജമാഅത്തുൻ, ഒരു സംഘം എന്നാണ്. ഉമ്മത്തി എന്ന് പറഞ്ഞാൽ ഒരു സംഘം, ഒരു ടീം എന്നാണ്. ജമാഅ മുതസദ്ദിയ എന്ന് കാണാം, പ്രതിരോധ സംഘമാണ്. എന്തിനെയാണോ പ്രതിരോധിക്കേണ്ടത്, എന്തിനെയാണോ നേരിടേണ്ടത്, അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന ഒരു സംഘം ഉണ്ടാകട്ടെ. ആ സംഘത്തിന്റെ പ്രത്യേകത എന്താണ്? യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന, വിളിക്കുന്ന ഒരു സംഘം. വയഅ്മുറൂന ബിൽ മഅറൂഫ്. അപ്പോ ഒരു ഉമ്മത്ത് ഉണ്ടാകണം, ഖൈറിലേക്ക് വിളിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഒരു കൽപ്പനയാണ്. ഈ കൽപ്പനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ഉണ്ടാകണം എന്നാണ്. വൽതകും മിൻകും ഉമ്മ. അപ്പോ ഈ ലാമ് അഥവാ വൽതകുൻ എന്നതിലെ ആ ലാമ് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. നിർബന്ധമായി ഉണ്ടാകണം, എല്ലാ കാലത്തും എല്ലാ നാട്ടിലും അതുണ്ടാകണം.
ഇനി ഈ ഉമ്മത്ത് ആര്? അതാണ് നമ്മൾ പറഞ്ഞത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ആ ഉമ്മത്ത് ആരാണ് എന്ന്, അല്ലെങ്കിൽ ആ ഉമ്മത്തിൽ ആരൊക്കെയാണ് പെടുക എന്ന് കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് തോന്നിയതുപോലെ ഒരായത്തിന് അർത്ഥം കൊടുക്കാനോ വിശദീകരിക്കാനോ പാടില്ലല്ലോ. അപ്പോ ഷെയ്ഖ് നാസിറു സഅദി റഹിമഹുല്ലാ കൊടുത്തൊരു വിശദീകരണം വായിക്കാം. അദ്ദേഹം പറഞ്ഞു, ജമാഅ അൻ യകൂന മിൻഹും ജമാഅത്തുൻ മുതസദ്ദിയ ലിദ്ദഅവതി ഇലാ സബീലി വഇർഷാദിൽ ഖൽഖി ഇലാ ദീനി. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, അവന്റെ ദീനിലേക്ക് ആളുകളെ വഴി നടത്തുന്ന ഒരു സംഘം. അതാണ് ഉമ്മത്തിന്റെ അർത്ഥം. അപ്പൊ ഉമ്മത്ത് പ്രധാനമായി 4 അർത്ഥങ്ങൾക്ക് വേണ്ടി ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. 4 അർത്ഥങ്ങൾക്ക്. അതിൽപ്പെട്ട ഒരർത്ഥാണ് സമൂഹം എന്ന അർത്ഥം. സമൂഹം എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടു. പക്ഷെ എല്ലാവരും ഈ പണിക്ക് തയ്യാറാകുമോ? എല്ലാവരും ശരിയായ ദീനിന്റെ ആളുകളാകുമോ? ഇല്ല. അപ്പൊ ഇവിടെ ഉമ്മത്ത് പറഞ്ഞാൽ എല്ലാവരും എന്നല്ല, ഒരു സംഘം, ഒരു ടീം എന്ന അർത്ഥം. ഒരു കൊച്ചു സംഘം, എണ്ണത്തിൽ കുറവ്, അതിൽ തന്നെ പല കഴിവുള്ളവർ, പലതിനും സാധിക്കുന്നവർ, അങ്ങനെ ഉണ്ടാകും. അങ്ങനത്തെ ഒരു ടീം എന്നാണ് അർത്ഥം. എന്നിട്ട് അദ്ദേഹം പറയാണ്, വയദ്ഖുലു ഫീ ദാലികൽ ഉലമാ. ഇതിലാരാണ് ആദ്യം വരിക? ഈ ഉമ്മത്തിൽ ആദ്യം ഉൾപ്പെടുന്നവർ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന അൽ മുഅല്ലിമൂന ലിദ്ദീൻ, അള്ളാഹിന്റെ ദീൻ പഠിപ്പിക്കുന്ന ഉലമാക്കളാണ്. അപ്പൊ ദീനിന്റെ കാര്യത്തിൽ എപ്പോഴും ആദ്യ സ്ഥാനം ആർക്കെന്നെയാണ്? ഉലമാക്കൾക്ക് തന്നെയാണ്. 2, വൽവുആദുല്ലദീന യദ്ഊന അഹ്ലൽ അദിയാൻ ഇലദ്ദുഖൂലി ഫീ ദീനിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ ദീനിലേക്ക് മറ്റു പല വിശ്വാസങ്ങളിലും കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവരെ ഉപദേശിച്ച് വിളിക്കുന്നവർ, ഇതാണ് ശരി, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ആലോചിക്കൂ, ചിന്തിക്കൂ എന്ന് തെളിവെല്ലാം കാണിച്ചു കൊടുത്ത് വഅള് പറയാൻ കഴിവുള്ള ആളുകൾ ഏതിൽ പെട്ടു? ഈ ഉമ്മത്തിൽ പെട്ടു. 3-മത്തത് വയദ്ഊനൽ മുൻഹരിഫീന ഇലൽ ഇസ്തിഖാമ. തെറ്റി നടക്കുന്ന ആളുകൾ ഉണ്ടാവും. അവര് മുസ്ലിങ്ങൾ തന്നെയാണ്, പക്ഷേ കുറെ തെറ്റുകള്, പിഴവുകള്, അതേപോലെ തന്നെ നിഷേധ പ്രവണതകളൊക്കെ ജീവിതത്തിലേക്ക് വന്നവരുണ്ടാകും. അപ്പോ അങ്ങനെ തെറ്റി സഞ്ചരിക്കുന്ന ആളുകളെ കണ്ടിട്ട് ഇസ്തിഖാമത്തിലേക്ക് വരണം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് വരണം എന്ന് പറയാൻ കഴിവുള്ള ആളുകൾ ഇതിലുണ്ടാകും. അതിനിപ്പോ നല്ലൊരു വഅദ് പറയുന്ന ആളാകണമെന്നില്ല, അല്ലാത്തവനെ കൊണ്ടു സാധിക്കും. എന്താണ് നിന്റെ സ്വഭാവത്തിലൊരു മാറ്റം, നിന്റെ വർത്തമാനത്തിലൊരു മാറ്റം എന്താണ്, ഇങ്ങനെ അല്ലല്ലോ വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നവർ അതിലുണ്ടാകും. മറ്റൊന്ന്, വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം, നന്നായി പിന്നെ പോരാടുന്ന ആളുകൾ ഇതിൽ പെടും. ചില സമയത്തൊക്കെ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ വേണ്ടിയിരുന്നു. ഇന്ന് യുദ്ധങ്ങൾ വേണ്ട ആവശ്യമില്ല. അന്നത് ആവശ്യമായിരുന്നു. അള്ളാഹുവിന്റെ അനുമതിയും കൽപ്പനയും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന നാട്, രാജ്യം നമുക്ക് സ്വാതന്ത്ര്യം തന്നൊരു രാജ്യമാണ്, ഒരു നാടാണ്. പരസ്യമായി നമുക്ക് നമ്മുടെ ദീൻ പ്രബോധനം ചെയ്യാം, അതിലേക്ക് ആളുകളെ വിളിക്കാം, ആരോടും ഇത് പറയാം. അതിനൊക്കെ നമുക്കൊരു സ്വാതന്ത്ര്യമുള്ള നാടാണ്. പിന്നെയോ വൽ മുതസദ്ദൂന ലിതഫഖുദി അഹ്വാലിൻ നാസ് വഇൽസാമിഹിം ബിശർഇ കസ്സലവാത്തിൽ ഖംസ് വസ്സകാത്ത്. ചില ആളുകളെ പണി എന്താക്കാരം? ചില ആൾക്കാർ നിസ്കാരത്തിൽ അലസത, സകാത്ത് കൊടുക്കാതിരിക്കുക, നോമ്പ് ഒഴിവാക്കുക, ഹജ്ജിനോട് താല്പര്യമില്ലാതിരിക്കുക, ഇങ്ങനത്തെ സ്വഭാവത്തിലൊക്കെയുള്ള ആളുകളെ കാണുമ്പോൾ ഇങ്ങനൊന്നും ആയാൽ പോരാ, ശരിയാകണം എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ആളുകൾ ഉണ്ടാകും. ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവത്തിൽ പദവിയിൽ ഉള്ള എല്ലാവരും ചേരുന്നതാണ് എന്ത് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ വാക്കിൽ അംഗങ്ങളാകാൻ സാധിച്ചു പല നിലക്ക്. ഇപ്പോ പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാൾ ഇതിൽപ്പെട്ടു, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താൻ കഴിവുള്ള ഒരാൾ ഇതിൽപ്പെട്ടു, ഇത് ശ്രദ്ധിച്ച് കേൾക്കാൻ, ഇതിലേക്ക് ആളുകളെ വിളിക്കാൻ, ഇതിന്റെ പ്രചരണം നടത്താൻ സാധിച്ചവർ ഇതിൽപ്പെട്ടു. ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഹദീസാണല്ലോ, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു കൊച്ചു സംഘം, ളാഹിരീന അലൽ ഹഖ്, സത്യത്തിനു വേണ്ടി നിലയുറച്ച് അടിയുറച്ച് ഉണ്ടാകും എന്നാണ്. ഹത്താ യഅ്തിയ അംറുല്ലാഹ്, അള്ളാന്റെ കൽപ്പന വരുന്നത് വരെ ആ സംഘം ഉണ്ടാകും. ഈ ത്വായിഫത്ത് ഏതാണ്?
ഈ ആയത്തിൽ ഉമ്മത്ത് എന്ന് പറഞ്ഞ ആ ത്വായിഫത്താണ്. അതേപോലെ നമ്മൾ ആദ്യം കേട്ട ആയത്ത് വമിമ്മ ഖലഖനാ ഉമ്മ, ആ ഉമ്മത്താണ് ഈ ത്വായിഫത്ത്. എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ത്വായിഫത്തിന് കൊടുത്ത ഒരു അർത്ഥം വളരെ ശ്രദ്ധേയമാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് അതിന് പണ്ഡിതന്മാർ കൊടുത്ത വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ഈ ത്വായിഫത്തിന്റെ ഉള്ളിൽ ആരൊക്കെ വരും? ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന മുഹദ്ദിസുകൾ ഇതിന്റെ ഉള്ളിൽ വരും. എല്ലാ കാലഘട്ടങ്ങളിലും നന്നായി ഹദീസ് പഠിച്ചവർ, അത് പിന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവർ ഇതിന്റെ ഉള്ളിൽ വരും. അതുപോലെ തന്നെ ആര് വരും? നല്ല ശുജആൻ, ശത്രുക്കളോട് പോരാടാൻ, ശത്രുക്കൾക്ക് മുമ്പിൽ ധൈര്യസമേതം ഉറച്ചു നിൽക്കാൻ കഴിവുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ വമിൻഹും സുഹാദ്, ജീവിതത്തോട് വിരക്തി കാണിച്ച് ജീവിക്കുന്ന ആളുകൾ, വലിയ ആർഭാടൊന്നുമില്ല, ദൂർത്തില്ല, ദുർവയല്ല, അള്ളാഹുവിനെ ഓർത്ത് വിരക്തി കാണിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുന്ന ആളുകൾ ഇതിന്റെ ഉള്ളിൽ വരും. വആമുറൂന ബിൽ മഅറൂഫ് വനാഹൂന അനിൽ മുൻകർ, മനസ്സിലാക്കിയ നന്മ കൽപ്പിക്കുന്നവർ, തെറ്റാണെന്ന് മനസ്സിലാക്കിയത് ജനങ്ങളെ തൊട്ട് വിരോധിക്കുന്നവർ ഇതിൽ വരും. മാത്രവുമല്ല വമിൻഹും അഹ്ലു അൻവാഇൻ ഉഖ്റാ മിനൽ ഖൈർ, മറ്റു പല ഗുണങ്ങളുള്ള ആളുകളും ഇതിൽ വരും. പല ഗുണങ്ങളും ഉണ്ടാകും. ചില ആൾക്കാർക്ക് സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും, ചില ആൾക്കാർക്ക് വാഹനം കൊണ്ട് സഹായിക്കാൻ സാധിക്കും, ചില ആളുകൾക്ക് മറ്റ് സൗകര്യങ്ങൾ കൊണ്ട്. ഇങ്ങനെയുള്ള എല്ലാവരും അവരൊക്കെ ഒരു നിലക്ക് അള്ളാന്റെ മാർഗത്തിലെ ദുആത്തുകൾ, പ്രബോധകരാണ്. അതാണ് വൽതകും മിൻകും ഉമ്മത്തൻ യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് വിളിക്കുന്നവർ. അപ്പൊ ദഅവത്താണ് പ്രധാനം, അള്ളാഹുവിലേക്ക് വിളിക്കുന്നവർ ഉണ്ടാകട്ടെ എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി ഇമാം നവവി റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞ ഒറ്റ കാര്യം കൂടി പറഞ്ഞ നമുക്ക് നിസ്കാരത്തിന് പേര് ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പറയാണ്, ഇവരൊരിക്കലും മുജ്തമഈന, ഒരു സ്ഥലത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഇത് പുറുനഗരം എന്ന ഈ പ്രദേശത്ത് ഈ പറഞ്ഞ എല്ലാവരും ഉണ്ടായിക്കൊള്ളുന്നില്ല. നല്ല ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അത്തരം പണ്ഡിതന്മാരെ ഉപയോഗപ്പെടുത്താൻ പല നിലക്കും കഴിവുള്ളവർ ഇവിടെ ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ബൽ ഖദ് യകൂനൂന മുതഫർരിഖീന ഫി അഖ്താരിൽ അർദ്, ഭൂമിയുടെ പല ഭാഗങ്ങളിലായി അവരുണ്ടാകും. അതന്നെയല്ലേ, എല്ലാറ്റിനും വേണ്ട ആളുകൾ എല്ലായിടത്തും ഉണ്ടാകൂല, അവര് പലയിടങ്ങളിലായി ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം കൂടുന്ന ഒന്നാണ് ഈ ത്വായിഫത്ത്. ഇപ്പൊ കേരളത്തിൽ ഈ ത്വായിഫത്തിന്റെ ഉള്ളിൽ വരുന്ന എല്ലാവരും കൂടുമ്പോ അതൊരു വൻജന കൂട്ടമായിട്ട് മാറും. ലോകത്തുടനീളം അതെല്ലാം കൂടുമ്പോ ഒരു വലിയ ജനക്കൂട്ടമായിട്ട് മാറും. എന്നാൽ ഓരോ പ്രദേശത്തെ, ഓരോ നാടിനെ അനുസരിച്ചെടുക്കുമ്പോൾ അവിടെ എന്തായിരിക്കും? ചെറിയ ചെറിയ സംഘങ്ങളായി, വിഭാഗങ്ങളായി അവർ ഉണ്ടാകും എന്നതാണ്. ഇവിടെ പ്രധാനമായി നമ്മൾ അറിയണം, ഈ കാര്യം അള്ളാഹ് പഠിപ്പിച്ചത് ഒരു സംഘം ഉണ്ടാകട്ടെ, ഒരു ടീം ഉണ്ടാകട്ടെ, കൊച്ചു സംഘം ഉണ്ടാകട്ടെ എന്നല്ല പഠിപ്പിച്ചെന്നല്ലോ, അള്ളാന്റെ ദീനിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അത് പഠിക്കുക, അത് പഠിപ്പിക്കുക എന്ന കാര്യം സാക്ഷാത്കരിക്കപ്പെടാനാണ്. അത് ഏറ്റെടുക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. അവനെ അള്ളാഹ് ഏൽപ്പിച്ച കാര്യമാണ്, പ്രവാചകന്മാർ ഏറ്റെടുത്തതാണ്. അതിനോട് താല്പര്യമില്ലാതെ വരുമ്പോ, അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങാൻ മനസ്സ് പാകപ്പെടാതെ വരുമ്പോ പല അഭിപ്രായ ഭിന്നതകളിലും ആശയക്കുഴപ്പങ്ങളിലും അകപ്പെട്ട് കാലം കഴിച്ചു കൂട്ടുക എന്നത് ഒരിക്കലും നമുക്കുണ്ടാകരുത്. കാരണം വലയൻസുറന്നല്ലാഹു മയ്യൻസുർ, അള്ളാനെ സഹായിക്കുന്നവരെ അള്ളാഹ് സഹായിക്കും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ അള്ളാനെ സഹായിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നവർ എന്നാണ് അർത്ഥം. അല്ലാതെ ഇവിടെ അള്ളാഹു തന്ന അനുഭവങ്ങളൊക്കെ ആസ്വദിച്ച് അതിൽ മുഴുകി അതിൽ ആനന്ദിച്ച് ആഹ്ലാദിച്ച് അറമാദിച്ച് കഴിയണമെന്നല്ല. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ, കഴിവ്, ശേഷി ഉപയോഗിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, കണ്ടോ, നിങ്ങൾ അവനെ സഹായിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, ഇതൊക്കെ എന്തിനാ ഖുർആൻ പറഞ്ഞത്? നമ്മൾ അള്ളാന്റെ ദീനിനെ സഹായിക്കുന്നവരായി മാറണം എന്നതുകൊണ്ടാണ്. ഇവിടെ പ്രബോധന മേഖല കാര്യമായി സത്യത്തിന്റെ വക്താക്കളെ തളർത്താനും ക്ഷീണിപ്പിക്കാനും പല ആരോപണങ്ങളും കളവുകളും പറഞ്ഞ് കഴിഞ്ഞുകൂടുന്ന കുറെ ആളുകളുണ്ട്.
അത് അവരെ പറ്റി എന്തെങ്കിലും പരദൂഷണം പറയലോ ഏഷണി പറയലോ ഒന്നും അല്ല. അത് തിരിച്ചറിയൽ നമ്മുടെ ബാധ്യതയാണ്. ഒരു ഡോക്ടർ രോഗം പറഞ്ഞിരുമ്പോ ആ ഡോക്ടർ ഒരിക്കലും നമ്മളെ ശാരീരികമായി നോവിക്കല്ല, മറിച്ച് എന്താ ചെയ്യുന്നത്? നമ്മളെ വഷളാക്കല്ല. ഒരു രോഗിയാണ് എന്ന് സമൂഹത്തെ അറിയിക്കല്ല, മറിച്ച് നമ്മുടെ രോഗം മാറ്റാനുള്ള ഇടപെടലാണ് ഡോക്ടർ നടത്തുന്നത്. അപ്പൊ ആ നിലക്ക് ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങളെയും നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.